മലയാളത്തിൽ നിന്ന് ഒരു പീക്ക് കോമാളിപ്പടം. ശുക്രൻ സൺ നെക്സ്റ്റിലാണ് സ്ട്രീം ചെയ്യുന്നത്. ശുക്രൻ ആയിരുന്നില്ല, ശനി എന്നായിരുന്നു ഈ സിനിമയ്ക്ക് കൊടുക്കേണ്ട ടൈറ്റില്. പടം കണ്ടു കഴിഞ്ഞാൽ എല്ലാവരും പറയും ശനി. ഫ്രം ദ ഡയറക്ടർ ഓഫ് റാഹേൽ മകൻ കോര. വലിയ പ്രതീക്ഷകളൊന്നും ഉണ്ടായിരുന്നില്ല. ബാഹുബലിയോ അവതാറോ അതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല കണ്ടത്. സ്റ്റിൽ കോമാളി സൂപ്പർ മാർക്കറ്റ്. പരസ്പരം മത്സരിക്കുകയായിരുന്നു ആരാണ് ഏറ്റവും വലിയ കോമാളി എന്ന്. ആൻഡ് ആ മത്സരത്തിൽ ബിബിൻ ജോർജ് വിജയിച്ചിരിക്കുന്നു. വൺ സ്റ്റാർ കാസ്റ്റ് ഉള്ള പടം. ബിബിൻ ജോർജ് ഉണ്ട്, ചന്തുനാഥ് ഉണ്ട്, കോട്ടയം നസീർ ഉണ്ട്, ഷൈൻ ടോം ജാക്കോ ഉണ്ട്, അവസാനം ഒരു ഒണ്ടയില്ല. സോ യൂഷ്വലി മനോരമ മാക്സിനെയാണ് ഈ മറ്റേ ആർക്കും വേണ്ടാത്ത ചവറുകൾ കൂട്ടാനുള്ള മൂല എന്ന് പറയാം. ആ അവാർഡ് ഇപ്പൊ സൺ നെക്സ്റ്റിന് കൊടുത്തിരിക്കുകയാണ്. എല്ലാ അപരാധങ്ങളും അവർ പെറുക്കി എടുക്കുന്നുണ്ട്. അതിലൊന്നാണ് ശനി. ഈ സിനിമയിൽ ഏറ്റവും കൂടുതൽ വെറുപ്പിച്ചിരിക്കുന്നത് ബിബിൻ ജോർജ് ആണ്. ചാർലി 144 ഒക്കെ ഭേദം. യൂഷ്വലി നടിമാര് ക്യൂട്ട്നെസ് മെഴുകണത് ഞാൻ കണ്ടിട്ടുണ്ട്. ആദ്യമായിട്ടാണ് ഒരു ആക്ടർ ഇങ്ങനെ ക്യൂട്ട്നെസ് മെഴുകണത് കാണുന്നത്. ആൻഡ് ചന്തുനാഥ് ഇതില് ബിബിൻ ജോർജിന്റെ വാലായിട്ട്. ചന്തുനാഥിന്റെ മാർക്കറ്റ് അത്ര ഇടിഞ്ഞോ അല്ല അറിയാൻ ചോദിക്കുകയാണ്. മലയാളത്തില് ഇപ്പൊ കുറെ പേര് പല യൂത്ത് ആക്ടേഴ്സിനെയും തലയെ കൊണ്ടേ വെച്ച് നടക്കുന്നുണ്ട്. അവരെക്കാളും പൊട്ടൻഷ്യൽ ഉള്ള ഒരു ആക്ടറാണ് ചന്തുനാഥ്. ആൻഡ് ഈ സിനിമ കാണാൻ മെയിൻ റീസൺ എനിക്ക് വന്നത് ചന്തുനാഥ് ഉള്ളതുകൊണ്ടാണ്. ഇല്ലെങ്കിലൊന്നും ഞാൻ ഈ കോമാളി പടം കാണില്ല.